എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഇലക്ഷൻ റിസൾട്ട് വന്നു. അപ്പോൾ എക്സിറ്റ് പോളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് യഥാർത്ഥ റിസൾട്ട് വന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത മിക്ക വീടുകളിൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഏകദേശം ഒരു മാസമായിട്ടുള്ള ചെയ്ത വീടുകളിൽ മുഴുവനും മിക്കവാറും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 സിനാരിയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ, അതായത് 3 സിനാരിയോ. ഒന്നാമത്തെ സിനാരിയോ എന്ന് വെച്ചാൽ ഈ സർക്കാർ തന്നെ നല്ല രീതിയിൽ ഭരണം കിട്ടി, അതായത് 350 ആ റേഞ്ചിൽ ഭരണം കിട്ടിയാൽ മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താവും. അതുകൂടാതെ ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താവും. ഇത് രണ്ടുമല്ലാതെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാർ വന്ന മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളത് ഇതിനു മുമ്പ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണുക, കാരണം അത് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കും, കാരണം വീഡിയോയിലെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ളത് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ നിഫ്റ്റിയുടെ ചാർട്ട് ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ എക്സിറ്റ് പോൾ വന്നപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് ഇത്രയുമാണ് മാർക്ക് കയറിയിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നിന്ന് ഇത്രയും പോയിന്റ് കയറിയിട്ടുണ്ട് നിഫ്റ്റിയുടെ. പക്ഷേ ഇന്ന് മാർക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്തിട്ടു. അതായത് BJPക്ക് ഒരു അടിത്തറ ഇളകി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. BJP നയിക്കുന്ന മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടല്ല. ഇപ്പോൾ ലാസ്റ്റ് മൂവ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 292 ആ BJP മുന്നണിക്കുണ്ട്. അപ്പോൾ സർക്കാർ ഉണ്ടാക്കാനായിട്ട് കുഴപ്പമില്ല. BJP മുന്നണി കണ്ട 290 272 മതി സർക്കാർ ഉണ്ടാക്കാൻ. പക്ഷെ എന്നിട്ട് പോലും മാർക്കറ്റ് ഇവിടെ നിന്ന് ഇടിഞ്ഞു, അല്ലേ? ഇവിടെ നിന്ന് മാർക്കറ്റ് ഇടിഞ്ഞു. അതായത് ഇന്നലെ വന്ന ഏരിയ എത്രയാണ്? നമ്മൾ വന്ന ഏരിയ ഇന്നലെ മാർക്കറ്റ് എക്സിറ്റ് പോൾ വന്നിട്ട് ഇത്രയും കയറി, നമ്മൾ പറഞ്ഞില്ല, ഇത്രയും കയറി. അതുകൂടാതെ ഇന്ന് നല്ല രീതിയിൽ ഇറങ്ങി. BJPക്ക് മുൻതൂക്കം ഉണ്ടായിട്ട് പോലും, അതായത് NDA മുന്നണിക്ക് ഉണ്ടായിട്ട്. അതാണ് അപ്പോൾ മാർക്കറ്റിന് എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ല രീതിയിൽ പോകുന്ന മാർക്കറ്റാണ്. അപ്പോൾ മാർക്കറ്റ് ഉദ്ദേശിക്കുന്നുണ്ട് മോഡി തന്നെ തുടരും എന്നുള്ളത് മാർക്കറ്റിനൊരു വിചാരം ഉണ്ടായിരുന്നു, അല്ല? ഈ പോളിസികൾ തന്നെ തുടരും, മോഡി തന്നെയാണെങ്കിൽ ഈ പോളിസികൾ. എക്സിറ്റ് പോളും അതുപോലെ വന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം വലിയൊരു സന്തോഷമോ ചെറിയൊരു സന്തോഷം ഉണ്ടാവും നമുക്കിത്, അല്ലാണ്ട് അത്ഭുതങ്ങളില്ല അവിടെ. ക്ലിയർ ആയല്ലോ കാര്യങ്ങൾ? പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? എക്സിറ്റ് പോൾ ഇങ്ങനെ വന്നു, മാർക്കറ്റും വിചാരിച്ചത് മോഡി തന്നെ നല്ല രീതിയിൽ ഉയർന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴോ അത്ര വിചാരിച്ചൊരു മെജോറിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ നിഗമനത്തിന് എതിരായിരുന്നു യഥാർത്ഥ റിസൾട്ട്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇത്ര വലിയൊരു ഫാള് ഇവിടെ സംഭവിക്കാനായിട്ട് സാധ്യത. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാം. എല്ലാ വീഡിയോയിലും എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് എക്സാമ്പിൾ കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ബോറടിക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ആവട്ടെ, ഒരു നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അവന് ട്യൂഷനെല്ലാം നമ്മൾ ചേർത്ത് ഡിസ്റ്റിങ്ഷൻ മേടിക്കും, അല്ലെങ്കിൽ ഫുൾ A+ മേടിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ട്യൂഷനിലെല്ലാം ചേർത്ത് അവൻ റിസൾട്ട് വരുമ്പോൾ അവൻ ഫുൾ A+ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ സന്തോഷം ഉണ്ടാവും. അത് മനസ്സിലായല്ലോ? പക്ഷെ നമ്മൾ അങ്ങനെ ഫുൾ A+ എക്സ്പെക്റ്റ് ചെയ്തിട്ട് അവൻ ഫെയിൽഡ് ആവണമെങ്കിലും അവിടെ നമുക്കൊരു അത്ഭുതമായിരിക്കും, അല്ലേ? അവിടെ നമുക്ക് എന്താ പറയുക, മനസ്സിന് ഭയങ്കര വിഷമല്ല. അപ്പോൾ അവിടെ നല്ല റിയാക്ഷൻ നടക്കും, അല്ലേ? നമ്മൾ അവിടെ ചിലപ്പോൾ വഴക്ക് പറയുകയോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെയാണ് ഇവിടെ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി മാർക്കറ്റിൻ്റെ ഗതി എന്താണെന്നിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നിഫ്റ്റിയുടെ ഗതി നമുക്ക് നോക്കിയാൽ അറിയാം. നിഫ്റ്റി ഒരു ചാനലിൻ്റെ ഉള്ളിലായിരുന്നു കൃത്യമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കത് ആ ചാനൽ അവിടെ ഒന്ന് വരച്ച് നോക്കാം, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട്. ഇവിടെ ഒരു ചാനൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അടിയിലും
നമുക്കൊരു ചാനൽ തന്നെ വരച്ചുകൊണ്ടിരിക്കാം. ഇവിടെ നിന്ന് എടുക്കാം ഉണ്ടാ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരുന്നു നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും വേണ്ട. ഈ ചാനലിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തത്. ആ ചാനലാണ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ നെഗറ്റീവ് എടുത്തുമ്പോൾ ഒന്നാമത്തെ സിനാരിയോ, ഒന്നാമത്തെ കാരണമാണ് അത്. അതുകൂടാതെ നമുക്കിവിടെ നോക്കിയാൽ എന്താണ് കാണാൻ, വേറെ ചില വസ്തുതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കണ്ട ക്ലിയറായിട്ട് ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ഏരിയ ഓഫ് ഉണ്ടായിരുന്നു. കണ്ട ഇവിടെ ഏരിയ ഓഫ് സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു. ഈ ഏരിയ ഓഫ് സപ്പോർട്ട് അതാണ് ഏകദേശം ബ്രേക്ക് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ലോക്ക് വന്നു ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ഫാള് താഴേക്ക് നല്ല രീതിയിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ അത് വരയ്ക്കാനായിട്ട് കണ്ട ഇതാണ് ഏരിയ ഓഫ് സപ്പോർട്ട് സോൺ. അതായത് ഇവിടെ ഒന്നിൽ കൂടുതൽ തവണ ഇത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെയും ടച്ച് ചെയ്തു, ഇവിടെയും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ ഫാള് നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കും. അതുകൂടാതെ മറ്റൊരു കണ്ടീഷൻ കൂടി, അപ്പോൾ അത് രണ്ടാമത്തെ കണ്ടീഷൻസ് നമ്മൾ നോട്ട് ചെയ്തല്ല. രണ്ടാമത്തേത് ഇതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഈ ലൈനാണ് 200 മൂവിങ് ആവറേജ്. ഈ 200 മൂവിങ് ആവറേജിന് താഴേക്ക് നിഫ്റ്റി വരികയാണ്. പിന്നെ കുറച്ച് മാസത്തേക്ക് നിഫ്റ്റി ഒരു ബെയറിഷ് മൂഡിലായിരിക്കും. അപ്പോൾ ഈ 3 സിനാരിയോ ആണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വ്യക്തമായിട്ട് അതനുസരിച്ച് വേണം നമ്മൾ ട്രേഡിങ് ഡിസിഷൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട്. അപ്പോൾ ഇനിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ്, അതായത് ഒരു ഇയർ ഹൈ, ഇതാണ് ഇയർ ഹൈ, ഈ ഹൈ കവർ ചെയ്തു പോവുക എന്നുള്ളത് പോവുമായിരിക്കാം നിഫ്റ്റി. പക്ഷേ അടുത്ത കാലത്തും പോകാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു 2 മാസത്തിനിടയിലൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി ബഡ്ജറ്റൊക്കെ വന്നിട്ട് ആ ബഡ്ജറ്റിൽ നല്ല നല്ല തീരുമാനങ്ങളുണ്ടെങ്കിൽ ഇത് പോകാം. അതുവരെ നിഫ്റ്റി ഈ റേഞ്ചിൽ, നമ്മൾ ഈ പറഞ്ഞ ഈ റേഞ്ച് 200 ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ആയിരിക്കും മിക്കവാറും ട്രേഡ് ചെയ്യാനായിട്ട് സാധ്യത. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നവർ അതനുസരിച്ച് വേണം നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഈ ലൈൻ ഇവിടുത്തെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ഫാൾ വരും. ആ ഫാൾ ചിലപ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ ഈ 200 EM-ൻ്റെ അവിടെ സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി വീണ്ടും അതിനുള്ളിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധ്യത. അതുമല്ല ഈ 200 EM ബ്രേക്ക് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതായിരിക്കും പിന്നത്തെ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഇത് മാറുക. ഈ ഏരിയ ആയിരിക്കും റെസിസ്റ്റൻസ് സോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വശങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ചാർട്ട് വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. ഇതൊരു ഇൻട്രാഡേ ചാർട്ടാണ്. അതായത് ഡെയിലി ഒരു ക്യാൻഡിൽ ഒരു ദിവസത്തെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻട്രാഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് ഇത്രയുമാണ്. അപ്പോൾ ഇതനുസരിച്ച് വേണം നമ്മൾ ഇൻവെസ്റ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.